മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില നല്ല കാര്യങ്ങളൊക്കെയുണ്ട്. അത് കൊടുക്കാൻ നമ്മളെക്കൊണ്ടായില്ലെങ്കിൽ വേറെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും എന്ത് കാര്യം. കുറെ ചിരിക്കണം. കുറച്ചു പേരെയെങ്കിലും മരിക്കുന്നതിനു മുൻപ് ചിരിക്കാൻ സഹായിക്കണം. എന്നിട്ട് ഒറ്റപ്പോക്കങ്ങ് പോകണം. ആൾവേസ് റെസ്പെക്റ്റ് യുവർ പാരന്റ്സ്. അവർ എതിർക്കുമ്പോൾ പോലും ബഹുമാനിക്കുക. എന്തെന്നാൽ നമ്മുടെ ലൈഫിൽ അവർക്ക് ഭയങ്കര മൈലേജാണ്. ജീവിതത്തിലും ഒരു റിവ്യൂ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നു. കൈവിട്ടു പോയി എന്നുറപ്പിച്ച ചില കാര്യങ്ങളിൽ തിരിച്ചുവരവിനും വിജയത്തിനും വലിയ സാധ്യതയുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ. ഒരാൾ നമ്മളെ റിജക്റ്റ് ചെയ്യുന്നത് അത് നമ്മളെ പുറന്തള്ളിക്കളയുന്നതല്ല. റിജക്ഷൻ ഈസ് റീഡയറക്ഷൻ. അത് മറ്റൊരു വഴിത്തിരിവാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വലിപ്പമുണ്ടാവണം. നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെയും നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക. കണ്ണു തുറന്നു നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്നവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. പീസ് ഓഫ് മൈൻഡ് അവിടെയാണ്, അവിടെ മാത്രമാണ്. ഒരാളെ കൊല്ലാനുള്ള ഏറ്റവും ഭീകരമായ മാർഗം എന്താണെന്ന് വെച്ചാൽ അയാളെ സ്നേഹം കൊണ്ട് നിറച്ചിട്ട് ഇറങ്ങിപ്പോവുക എന്നുള്ളതാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് പുറമേ നിന്ന് വന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് നമ്മുടെ തോൽവിയെപ്പോലും അക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് പുതിയ ഓരോ തുടക്കങ്ങളും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മെ വിട്ടുപോകും. പിന്നെയും നിങ്ങൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കു വേണ്ടിയോ എന്തിനു വേണ്ടിയോ എന്നറിയാതെ. ഒന്നും നമ്മെ തളർത്തരുത്. നിങ്ങൾ കാരണം മറ്റൊരാൾക്ക് ഒരു നിമിഷമെങ്കിലും എല്ലാം മറന്ന് പുഞ്ചിരിക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ അത്രയേറെ സ്ഥാനമുണ്ട്. ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖം ഇല്ല എന്നല്ല, മറിച്ച് അത് കൈകാര്യം ചെയ്യാൻ അവർ പഠിച്ചു എന്നതാണ്. മറന്നുകളയുക മരിച്ച മനുഷ്യനെയും മരണത്തെയും വേദന നൽകിയ ജീവിതത്തെയും ഒറ്റപ്പെടുത്തിയവരെയും. പല പ്രശ്നങ്ങൾക്കിടയിലും എല്ലാവരുടെയും മുന്നിലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയുന്നില്ലേ? ശരിക്കും അത് ഒരു അച്ചീവ്മെൻ്റാണ്. നിലാവ് പോലെ ചിരിക്കുന്ന മനുഷ്യരിലേക്ക് ഒന്ന് അടുത്തു നോക്കൂ. ഒരുപക്ഷേ നട്ടുച്ച വെയിൽ പോലെ കത്തുന്ന ജീവിതമായിരിക്കും അവരുടെ കൽഭകം മുഴുവനും. മറ്റുള്ളവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് അവസാനിപ്പിക്കുക. കാരണം 20% പേർ അത് കാര്യമാക്കില്ല. ബാക്കി 80% പേരും അതിൽ സന്തോഷിക്കുകയേയുള്ളൂ. വീട്ടമ്മ എന്ന് പറയുന്നത് കടമകളുടെ 4 ചുവരുകളാലും കടപ്പാടിൻ്റെ മേൽക്കൂരയാലും സ്നേഹച്ചങ്ങലയാലും ആഗ്രഹങ്ങളെ സ്വയം തടവിലാക്കി ചുരുങ്ങിപ്പോയ ചിലരുണ്ട്. ഒടുവിൽ വാതിൽ തുറന്നിട്ടാലും ഇറങ്ങിപ്പോകാൻ കഴിയാതെ കണ്ണീരും വിയർപ്പും ഇറ്റിറ്റു വീണ സ്വപ്നങ്ങൾ എല്ലാം മാഞ്ഞു പോയവർ. ചിലരെ എടിയെ എന്ന് വിളിക്കാനും മറ്റു ചിലർ അമ്മ എന്ന് വിളിക്കാനും ഇനിയുള്ളവർ ഏട്ടത്തി, അമ്മായി, അപ്പച്ചി എന്നു തരാതരം പോലെയും. ആരുമല്ലാത്തവർ ദൂരെ നിന്ന് പറയും അവർ വെറും ഒരു വീട്ടമ്മയെന്ന്. ചിലരുടെ സ്നേഹം വാക്കുകളിൽ മാത്രമേ കാണാറുള്ളൂ. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ അവരുടെ സ്നേഹം പ്രവൃത്തിയിലോ സാമീപ്യത്തിലോ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാറില്ല. നമ്മെ അവഗണിക്കുകയോ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഒരിക്കലും യാചിക്കാൻ നിൽക്കരുത്. അവരുടെ ഔദാര്യവും കൈപ്പറ്റരുത്. അത് അടിമത്തമാണ്. അവരുടെ സ്വാർത്ഥതയ്ക്ക് എപ്പോഴും അവരുടേതായ കാരണങ്ങളുണ്ടാകും. സ്വാർത്ഥതയ്ക്ക് മുന്നിൽ എല്ലാ യാഥാർത്ഥ്യങ്ങളും നിരർത്ഥകമാണെന്ന് മനസ്സിലാക്കുക. വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളുമുള്ള സ്ത്രീകൾ പൊതുവെ ഹ്രസ്വകാല ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നു.